ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചാണ്. ഇത് രാമക്കൽമേട് ജംഗ്ഷനിൽ ചെന്നിട്ട് നമ്മൾ രാമക്കൽമേട് ലെഫ്റ്റ് സൈഡിലോട്ട് പോയിട്ട് രാമക്കൽമേട്ടിലോട്ട് കയറുന്ന, അതായത് മേട്ടയിലോട്ട് കയറുന്ന വഴിയാണിത്. ഈ ഇല്ലിക്കാടുകൾക്കിടയിലൂടെ നല്ല രസമുണ്ട് പോകാനായിട്ട്. കാടും വനവും നല്ല ഒരു നാച്ചുറാലിറ്റി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് ആൾക്കാരും ഇല്ല, അധികം ആരും തന്നെ വന്നിട്ടില്ല. ചുറ്റും വലിയ മരങ്ങളൊക്കെയാണ്. ഇല്ലിക്കാടുകളാണ് മൊത്തമുള്ളത്. ഞാനാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഗസ്റ്റ്. കുറേ നടക്കാനുണ്ട്. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ നമുക്ക് രാമക്കൽമേട്ടിന് മുക്കത്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ വളരെ സൂക്ഷിച്ച് നടക്കണം. വഴിയൊക്കെ ഭയങ്കര ഓഫ് നടപ്പൽ വഴികളാണ്. ചെറിയ ചെറിയ അരുവിയൊക്കെ ഉണ്ട്. ഇത്ര വെയിലുണ്ടായിട്ടും ഈ ഇവിടെയൊക്കെ അരുവികളൊക്കെ ഉണ്ട്. നല്ല ശുദ്ധമായ വെള്ളമൊക്കെയാണ്. ഭയങ്കര കാടിന് നിറഞ്ഞ വഴികളാണ്. നമുക്ക് കയറിപ്പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. ഇച്ചിരി കട്ടിയാണ് വഴികളൊക്കെ. അതായത് കിളികളും മരങ്ങളും ഇല്ലിക്കാടും ഭയങ്കര രസമാണ്. ആനയും കടുവയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കുറേ ദൂരം ഇങ്ങനെ അങ്ങ് നടക്കണം. ഇവിടെ വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അതിലേയും പോകാം, ഇതിലേയും പോകാം. കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മടുക്കും. നല്ല കയറ്റമാണ്. ആൾക്കാർ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല.
നല്ല വെയിലായും കുറച്ച് കഴിയുമ്പോൾ. നല്ല കയറ്റമാണ്. പിന്നെ വഴിയാണെങ്കിൽ നമുക്ക് കഷ്ടിക്കൊരാൾ നടന്നു പോവാം. ആ രീതിയിലുള്ള വഴികളും ഇതാ നമ്മൾ അപ്പുറത്ത് മുമ്പ് കണ്ട വഴി വന്ന് ഇവിടെയാണ് ജോയിൻ ആവുന്നത്. ഇവിടെ നിന്ന് 2 വഴികൾ കാണുന്നുണ്ട്. എന്തായാലും ഒരു എളുപ്പ വഴി നോക്കാം. ഏകദേശം ഒരു ലെവലെത്തി. മലനിരകളാണ് കാണുന്നതൊക്കെ. തമിഴ്നാടാണ്. പിന്നെ അങ്ങ് ദൂരെ കാണുന്നതാണ് കുറവനും കുറത്തിയും മഴമക്കി വേഴാമ്പൽ. പിന്നെ ആ കാണുന്ന റോഡൊക്കെ കേരളത്തിൻ്റെ ഭാഗമാണ്. പുതിയ റോഡാണ്. രാമക്കൽമേട്ടിൽ നിന്ന് തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള പുതിയ റോഡാണത്. പിന്നെ ഈ കാണുന്നതൊക്കെ കേരളമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു ബോർഡറാണ്. ഇനി കുറച്ച് ദൂരം കൂടെ നടന്ന് നോക്കാം. നല്ല കയറ്റം തന്നെയാണ്. വഴികളൊക്കെ പലതായിട്ട് മാറുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ നടന്ന് പാത തെളിച്ചിട്ടിട്ടുണ്ട്. എങ്കിലും ഏറ്റവും അധികം തെളിഞ്ഞ പാത വഴി നോക്കാം, നടന്ന് നോക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് താഴ്വശമൊക്കെ കാണാൻ. ഇതെല്ലാം കാടുകളാണ്, മൊത്തം ഇല്ലിക്കാടുകളാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. നല്ല ഉണക്കാണ്. നല്ല വെയിലായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. പക്ഷേ ഇപ്പോൾ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂടറിയാൻ പറ്റുന്നില്ല. അത്യാവശ്യം കാറ്റുണ്ട്. തണുത്ത കാറ്റ് തന്നെയാണ്. വഴി ഇങ്ങനെ പലതായിട്ട് 2, 3 ആയിട്ട് തിരിയുന്നു. ആ കാണുന്നതാണ് രാമക്കല്ല്. ഇതാണ് രാമക്കല്ലെന്ന് പേര്, രാമക്കൽമേടെന്ന് പേര് വരാനുള്ള കാരണം ഇതാണെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എത്ര ഇനി കുറേ ദൂരം പോകണം. നമ്മൾ കാണുമ്പോൾ അടുത്തായിട്ട് തോന്നും, പക്ഷേ നല്ല ദൂരം പോയാലേ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. നല്ല കാറ്റുണ്ട്. അത് കാരണം ചൂടറിയാൻ പറ്റുന്നില്ല. വെയിലിൻ്റെ കാടിന് ഒട്ടുമില്ല. നല്ല കാറ്റുള്ള കാരണം അല്ലെങ്കിൽ മടുത്തു പോകും ഇവിടെ വരെ വരുമ്പോൾ. സാധാരണ നമ്മൾ രാവിലെ വന്നതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനോ നല്ലോണം വീഡിയോ എടുക്കാനോ പറ്റത്തില്ല. ഈ കാണുന്നതാണ് തമിഴ്നാട്. ഇത് തമിഴ്നാടാണ്. ഇതൊരു ഭയങ്കര വ്യൂ പോയിൻ്റാണ്. അതായത് കണ്ടോ, ഈ പാറ കണ്ടോ, നേരെ താഴോട്ടാണ്. ഇന്ന് താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ
നല്ല ആഴമാണ്. തമിഴ്നാട്ടിലേ പോയി വീഴത്തുള്ളൂ. ഇതിൻ്റെ താഴെ ഒരു അമ്പലമുണ്ട്. അങ്ങ് നല്ല ദൂരമാണ്, നല്ല കുഴിയാണ്. നമുക്കങ്ങനെ കാണാനൊന്നും പറ്റില്ല, അടിവശം കാണാൻ പറ്റില്ല. എങ്കിലും ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാം. ഇതുണ്ടോ, നല്ല ആഴമാണ്. ഇതാണ് രാമക്കല്ല്. ഇവിടുന്ന് കുറേ പേരൊക്കെ താഴോട്ട് ചാടിയിട്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം തമിഴ്നാടിൻ്റെ കൃഷി സ്ഥലങ്ങളാണ് ഈ കാണുന്നത്, നമ്മൾ താഴെ കാണുന്നത്. കോമ്പ, കമ്പത്തിനടുത്തുള്ള കുറേ സ്ഥലങ്ങൾ. അങ്ങനെ തമിഴ്നാട്ടിലെ ചെറിയ ചെറിയ പട്ടണങ്ങളാണ് കാണുന്നത്. നമുക്ക് നല്ല രസമുണ്ട് തമിഴ്നാട് കാണാനായിട്ട്. നല്ല കളംകളമായിട്ട് അത് അവരുടെ കൃഷി സ്ഥലങ്ങളാണ് അതൊക്കെ. ഇനിയിപ്പോൾ അല്പം കൂടെ താഴോട്ട് ഇറങ്ങാം. ടൂറിസ്റ്റുകളാരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫിഷുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ. നല്ല നല്ല കാറ്റാണ് നമുക്കത് കാരണം ചൂട് അല്പം പോലും അറിയാനില്ല. നല്ല കാറ്റും ഉണ്ടോ. തമിഴ്നാടൊക്കെ കണ്ടോ, നല്ല കളങ്ങളമായിട്ട് ഡ്രോയിങ് ചെയ്ത് വരച്ചിട്ടേക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ വരച്ചിട്ടേക്കുന്ന നല്ലത് അതൊക്കെ പ്രകൃതിയുടെ അവരുടെ കൃഷിസ്ഥലങ്ങളാണത്. തമിഴ്നാട് അവിടുത്തെ മലനിരകളാണിത്. ഇതെല്ലാം നമ്മൾ നല്ല പ്രകൃതി ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ താഴേക്ക് വലിയ കുഴിയാണ്, നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ രാമക്കൽ കുറച്ചുകൂടെ ആ പാറ വലിയതായിട്ട് കാണാം. അടുത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിവശം കാണാൻ കഴിയില്ല. വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഡീപ്പാണ്, താഴോട്ട് വലിയൊരു കുഴിയാണ്. വലിയൊരു കുഴിയാണ്. അതുകൊണ്ട് അടിയിൽ താഴ്വശത്തെല്ലാം ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് മൊത്തം. ഇതെല്ലാം കടല, തെങ്ങ്. ആ കാണുന്ന ചെറിയ ചെറിയ ഡോട്ട്സായിട്ട് കാണുന്നതൊക്കെ തെങ്ങാണ്. കാണാൻ വളരെയധികം ഭംഗിയുള്ള സ്ഥലമാണ് തമിഴ്നാട്. ത്രാഗലത്തിൽ നിന്ന് കാണുമ്പോൾ നല്ല ഇതാണ്. ഏകദേശം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യൂ. ഈ രസമാണ്. ഫുള്ള് പാറകളാണ്. പാറകൾക്കിടയിലൂടെ ഇങ്ങനെ കുറേ വഴികളുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ നടന്നു പോവാം. ഇതൊക്കെ കുറച്ചിങ്ങനെ നടന്നു പോയി ഭയങ്കര രസമാണ്. ഒന്നും ജന്തുക്കളൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്ന് ഡേഞ്ചറസ് പ്ലേസുകളൊക്കെയാണ്.
നല്ല കാറ്റാണ്, സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമ്മളെ പറത്തിക്കൊണ്ട് പോകും. അതുപോലെ നല്ല കാറ്റാണ്. ഇതാണ്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ മറ്റേ മലയിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് അടുത്ത മലയാണ്. നമ്മൾ അടുത്ത മലയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇതാണ് താഴെ നിന്ന് കണ്ട ആ മല, ആ പാറക്കെട്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാൻ നോക്കുകയാണ്. കാണുമ്പോൾ അടുത്താണെങ്കിലും കുറേ ദൂരം നടക്കണം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ തണലുകളുള്ള കാരണം വെയിൽ നമുക്ക് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടാക്കില്ല. പിന്നെ നല്ല കാറ്റുമാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ മുമ്പേ കണ്ട ആ പാറയും മലകളുമൊക്കെയാണിത്. ഇതുണ്ടോ, കുഴി കണ്ടോ? നമ്മൾ മുമ്പേ എടുത്ത ആ പാറയാണത്. ഉണ്ടോ, തമിഴ്നാട് ഉണ്ടോ? അതും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണ്. ഇത് കണ്ടോ, ആ മല കയറുന്നതിന് മുന്നേ ഈ മലയുടെ മറുവശമാണിത്. ഇവിടെ വലിയൊരു കുഴിയാണ്. അതുപോലെ തന്നെ നല്ല കുഴിയുണ്ട്, നല്ല ആഴമുണ്ട്. ഭയങ്കര കാറ്റാണ്, നിൽക്കാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്കൂടെയൊക്കെ ആൾക്കാർ പോകുന്നതാണ്. ആലക്കെട്ടുകൾ കണ്ടോ? പിന്നെ അങ്ങ് ദൂരെ വിൻഡ് മില്ല് നിന്ന് കിടക്കുന്നതാണ്. നല്ല കാറ്റുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് വിൻഡ് മില്ലിൻ്റെ ഒരു വിൻഡ് എനർജിയുടെ ഒരു അപാര സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റുള്ള ഒരു പ്രദേശമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. എന്തായാലും നമ്മൾ ഈ മലയുടെ മണ്ടയ്ക്കോട്ടൊന്ന് കയറി കളയാം. നല്ല കയറ്റമാണ്, നല്ല കാറ്റുമാണ്. ഡിസംബറിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ കാറ്റായിരിക്കും ഡിസംബറിലൊക്കെ. ഇവിടെ നിന്ന് നമ്മൾ വന്ന വഴി ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇതുണ്ട, അങ്ങ് ദൂരെ കുറവിനും കുറത്തി മല ഒക്കെ കാണാൻ കഴിയും. വിൻഡ് മില്ല് നിന്ന് കറങ്ങുന്ന കാണാൻ കഴിയുമോ? അങ്ങ് ദൂരെ നിന്ന് നിന്നിട്ടുണ്ട്. വിൻഡ് മില്ലിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. മുകളിലേക്ക് കയറാം. നമ്മൾ രാവിലെ വന്ന കാരണം ഒന്നും തിരക്കില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ടൂറിസ്റ്റ് ആയിരിക്കും. പാറയിലൂടെയൊക്കെ കയറുന്ന സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ തെന്നി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കണ്ടോ, കയറി വന്ന വഴിയാണിത്. കുറേ വഴികളുണ്ട് മുകളിലോട്ട് പോകാൻ. ഇതാണ് ഈ ആമക്കല്ല് നമ്മൾ താഴെ നിന്ന് കണ്ട സ്ഥലം.
പിടിച്ച് കയറണം. ഇതുണ്ടോ, ഇവിടെ ഒരു പ്രത്യേകതരം ഓന്തൊക്കെ ഉണ്ട്. കറുത്ത കളർ ഓന്ത് ഞാൻ കണ്ടത് ആണത്. ഇതിൻ്റെ മുകളിൽ കയറണം. ഇതാണ് ഏറ്റവും ടോപ്പ്. ഇവിടെ പലതരം ഓന്തുകളുണ്ട്. മറ്റു ജീവികളെയൊന്നും കണ്ടില്ല. ഇതുണ്ടോ, ഇതിനിടയ്ക്കൂടെയൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. കണ്ടോ, വിൻഡ് മില്ലിൽ നിന്ന് കറങ്ങുന്ന കാണാൻ, വിൻഡ് മില്ലൊക്കെ വർക്ക് ചെയ്യുന്ന കാണാൻ കഴിയുന്നുണ്ടോ? ഇതുണ്ടോ എത്ര ഭംഗിയാണ് സ്ഥലങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ഏകദേശം ഏറ്റവും ടോപ്പ് ഹൈറ്റിലെത്തി. കണ്ടോ, നമ്മൾ വന്ന വഴികളൊക്കെയാണിത്. ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ വന്ന വഴികൾ. കണ്ടാൽ പേടിയാവും. ഇതുണ്ടോ, ഇതിലേക്കാണ് നമ്മൾ വന്നത്. ഇതിനിടയിലൂടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിനിടയിലൂടെയൊക്കെ പോകാൻ കഴിയും. ഇതുണ്ടോ, ഇതിനിടയിലൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് കടന്ന് ആ കല്ലിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ട എഡ്ജിൽ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ കുഞ്ഞു എല്ലാ കല്ലുകൾ പെറുക്കി വെച്ചിരിക്കുന്ന മാതിരിയുണ്ട്. ഭയങ്കര രസമാണ് ഇതിനുള്ളിലൂടെ. വളരെയധികം പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. തിരക്കൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.